ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു കൃഷ്ണൻ ബോട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൈ ടിപ്സ് അയച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മോർഫോസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. റെഫറൻസ് ഇമേജ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഞാനിന്ന് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പേപ്പർ ബോൾസ് യൂസ് ചെയ്യാം. ഇതുപോലെ റെസിനും ഹാർഡനറും ഈക്വൽ അമൗണ്ട് മിക്സ് ചെയ്ത ശേഷം എവിടെയാണോ ക്ലേ വെച്ച് ഒട്ടിക്കേണ്ടത് അവിടെ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുത്ത ശേഷം അവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തലപ്പാവാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. തലപ്പാവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഫെവിക്കോൾ എവിടെയാണോ വേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ക്ലേ കൊണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ അതിന് പകരം കുറച്ച് ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത ശേഷം എവിടെയാണോ വേണ്ടത് അവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പേപ്പർ, അതായത് നമ്മുടെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ A4 സൈസ് പേപ്പർ, ക്രേ പേപ്പറോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ശേഷം ഈ പേപ്പറിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഒന്ന് സ്റ്റിഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലപ്പാവ് മുഴുവനായിട്ടും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുമ്പോൾ ക്ലോത്തിൻ്റെ ഒരു എഫക്റ്റ് വരും. മുഴുവനായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ശേഷം ഇനി പെയിൻറ്റിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേർഷ്യൻ ബ്ലൂ അതുപോലെ വൈറ്റ് രണ്ടുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫേസിൻ്റെ പോർഷനുകളിൽ എവിടെയാണോ ബ്ലൂ വേണ്ടത് അവിടെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നോസസിന് ഷെയ്ഡ് കൊടുത്തിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ക്ലോസ്ഡ് ഐസാണ് വരയ്ക്കുന്നത്, അതായത് കൃഷ്ണൻ കണ്ണ് അടച്ചിരിക്കുന്ന രീതിയിലുള്ളതാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ണ് തുറന്നിരിക്കുന്ന രീതിയിലുള്ളത് വരയ്ക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഷെയ്ഡൊക്കെ ചെയ്തെടുക്കാൻ നോക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ലിപ്സിന് വേണ്ടിയിട്ട് റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ഡെഫിനിഷൻ വരാനായിട്ട് കുറച്ചൊന്ന് വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോപിക്കുറി, അതായത് തിലകക്കുറിയുടെ പോർഷനിൽ കുറച്ച് യെല്ലോ അടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ പിരികുകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഹെയർ പോർഷൻ കുറച്ച് മാത്രം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. തിലകക്കുറി മൂക്കിന് താഴേക്കൊന്ന് അങ്ങനെ ഒന്ന് പടർന്നിരിക്കുന്ന രീതിയിലാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇയറിങ്സിന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലപ്പാവ് മുഴുവനായിട്ട് ഞാനൊരു ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. തലപ്പാവ് താഴേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ടിഷ്യൂ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നേ കളർ ചെയ്ത ശേഷം വേണമെങ്കിലും ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിരിക്കും. പെയിൻറ്റ് എവിടെയെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ടും. ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഫെവിക്രിലിൻ്റെ പേൾ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് ഗ്രീൻ, ഗോൾഡൻ യെല്ലോ, അതുപോലെ ലൈറ്റ് യെല്ലോ, ഈ 3 ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യാം. അക്രിലിനേക്കാൾ ഇതൊന്ന് ഷൈനിങ് ആയിരിക്കും, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കളർ കോമ്പിനേഷൻ, അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് ഏത് കൊണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സിംഗിൾ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം.
ഞാൻ ഓടക്കുഴൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിൽ ഇങ്ങനെ ഒന്ന് നീളത്തിന് ചുരുട്ടിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലേയിലുണ്ടെങ്കിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ കാർഡ്ബോർഡിൽ ഉണ്ടാക്കാം. കുറച്ചധികം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് സ്റ്റിഫ്നെസ്, അതായത് ഒന്ന് കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഞാൻ കുറച്ച് മയിൽപ്പീലി കൃഷ്ണൻ്റെ തലപ്പാവിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ മയിൽപ്പീലി വരച്ച ശേഷം ഒട്ടിക്കാം. കുറച്ച് ഡെക്കറേറ്റീവ് സ്റ്റോൺസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഈ ഡെക്കറേറ്റീവ് സ്റ്റോൺസിന് പകരം കുറച്ച് ക്ലേ ഇതുപോലെ റൗണ്ടിന് ഒട്ടിയ ശേഷം ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓടക്കുഴലിന് വേണ്ടിയിട്ട് ഞാൻ ബേൺ ചെയ്യാനാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓടക്കുഴൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ കുറച്ച് ഗോൾഡ് ഒഴിച്ച് വരച്ച ശേഷം കുറച്ച് ബേർഡ്സും അതുപോലെ തന്നെ കുഴൽ, അതായത് ഓടക്കുഴലിൻ്റെ ഹോള് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് കളറും വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനു മുന്നും ഞാനൊരു ശ്രീകൃഷ്ണനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വിഷുവിന് ഉണ്ടാക്കിയതായിരുന്നു അത്. അതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അന്ന് ഞാൻ കാർഡ്ബോർഡിലാണ് ഓടക്കുഴലും അതുപോലെ തന്നെ മയിൽപ്പീലി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വരച്ചതാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ട്രൈ പിക്സ് അയച്ചു തരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് 2 ബോട്ടിലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.